നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സത്യനാരായണൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. പാട്ട് ഏതാണ് പാടുന്നത്? ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞൻ തുള്ളിയിൽ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇച്ചിരി ടെൻഷനുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു, വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി, കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി, ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, പുലരി പിറക്കുന്നു വീണ്ടും. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. സത്യനാരായണൻ, ഹലോ, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. പുലരിത്തൂ മഞ്ഞിങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വളരെ നന്ദി. എന്തായാലും ജഡ്ജസിന്റെ അഭിപ്രായത്തിനാണ് ഇവിടെ വില. എൻ്റെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. സണ്ണി സാർ. വളരെ നല്ലതായിരുന്നു. താങ്ക് യു സാർ. നല്ല ശബ്ദം. തുടക്കത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കിയപ്പോഴും അല്പം സ്ട്രെസ്ഡ് ആയിരുന്നു. പിന്നെയും സ്ട്രെസ് വിട്ടുപോയിട്ടില്ല. സത്യമല്ലേ? തീർച്ചയായും. പാടി തീരുന്നത് വരെ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ്സിൻ്റെ ആവശ്യമേ ഇല്ല. നല്ല ശബ്ദമാണ്. ആ കോൺഫിഡൻസ് കൂട്ടണം. പക്ഷെ പൊതുവെ പാട്ട് നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പുലരിത്തൂ ഒന്നും എടുത്തത് പുലരിത്തൂ അവിടെ അത്ര ഓവറായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ
ഭാരം താങ്ങാനരുതാതെ എന്ന് പാടി. ഭാരം താങ്ങാനരുതാതെ. ഭാരം എന്തോ ഒരു ഷിവറിങ് പോലെ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. വെയിലിൻ കയ്യിൽ അഴകോലും ആ വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. ആ മാഞ്ഞു എന്നുള്ളതെന്നെടുത്ത് വർണ്ണചിത്രങ്ങൾ മാഞ്ഞു അതെടുത്തില്ലേ? അതിന് മുമ്പ് ആദ്യത്തെ എടുത്ത് വെയിലിൻ കയ്യിൽ എന്നുള്ളടുത്ത് വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു, വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. ആ അവിടെ സ്ലിപ്പായി കേട്ടോ, അവിടെ ശരിയായില്ല. വർണ്ണചിത്രങ്ങൾ മാഞ്ഞു അതാ വരേണ്ടത്, അത് വന്നില്ല. അപ്പം അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഒരു നല്ല തെറ്റാണ് അവിടെ വന്നിരിക്കുന്നത്. ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നത്, അടുത്ത സ്റ്റാൻസയിലുള്ളത്. ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, അതില്ലേ? ഒന്ന് പഠിക്കേ. ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, പുലരി പിറക്കുന്നു വീണ്ടും. അവിടെ എല്ലാം ശ്രുതി മാറിപ്പോയിട്ടുണ്ട്, ശ്രുതി ഒത്തിരി പോയിട്ടുണ്ട്. അപ്പം ശ്രുതിയിൽ വന്ന് നമ്മൾ ഒരു ശ്രുതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ആ ശ്രുതിയിൽ തന്നെ കൊണ്ടുപോയി നിർത്തി അടുത്ത ആദ്യത്തെ എടുക്കണം. കാര്യം നല്ല ശബ്ദമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ചില മേജർ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു തെറ്റാണ്, മേജറായിട്ടുള്ളൊരു തെറ്റാണത്. ഫഹദ് പ്ലീസ്. നന്നായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങളുടെ ശബ്ദം ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. നല്ല ഡീപ്പ് വോയിസ് ആണ്, ശരിക്കും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബോക്സിൽ. പിച്ചിങ്ങിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടങ്ങിയത് നമ്മൾ പുലരിപ്പൂവും തുടങ്ങിയത് തന്നെ കുറച്ച് ഷാർപ്പായിരുന്നു. 2 സ്ഥലങ്ങളിൽ ഒരേ തെറ്റ്. വർണ്ണചിത്രങ്ങൾ മാഞ്ഞു ആദ്യ തവണ പാടിയില്ല, അതേ നോട്ട് തന്നെ ഇവിടെയും അനുപല്ലവിയിലും പാടിയപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു സംശയിച്ച് പാടിയ പോലെ ഉണ്ടായിരുന്നു. ഇതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ പാടുമ്പോൾ ഒരിക്കലും ശബ്ദത്തിനെ പുഷ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് പാടണം എപ്പോഴും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദമല്ലേ, ഹെവി വോയിസ്, ചെറിയ വോളിയം മതി അതിന് മൈക്കിൽ പാടുമ്പോൾ. അപ്പോൾ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. കേൾക്കണം, നമ്മളെപ്പോഴും കേട്ട് പാടണം. മോണിറ്ററിന് നമ്മൾ ട്രാക്കിലുള്ള കോഡ്സ് ഉണ്ടല്ലേ, അത് ശരിക്കും നമുക്ക് കേൾക്കണം. ഈവൻ നമ്മൾ റേഞ്ചിൽ പാടുകയാണെങ്കിലും ബേസിൽ പാടുകയാണെങ്കിലും കോഡ്സ് കേട്ടുകൊണ്ട് അതിനെ ഫോളോ ചെയ്യണം നമ്മളെപ്പോഴും. അപ്പോൾ അതിന് സോഫ്റ്റായിട്ട് സ്പീക്കിംഗ് വോയിസിൽ വേണം പാടാൻ. നമ്മൾ എങ്ങനെയാണ് നോർമൽ സംസാരിക്കുന്ന ശബ്ദമല്ലേ, അതിലാണ് നമ്മൾ പാടേണ്ടത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ, ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ്, താങ്ക് യു. നമുക്ക് മാർക്കിലേക്ക് കടക്കാം അല്ലേ? സണ്ണി സാർ. ഫഹദ് പറഞ്ഞ പോലെ ശബ്ദം വളരെ നല്ല ഘനമുള്ള ശബ്ദം, നല്ല ബ്രൈറ്റാണ്, നല്ല ശബ്ദമാണ്. പക്ഷേ നമ്മൾ ഈ സ്ട്രെസ്സ് ഉള്ളത് കൊണ്ടാണോ ആ ചില ഭാഗങ്ങളിലെ ശ്രുതി പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ ചില വേരിയേഷൻസ് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏകദേശം എങ്ങനെ നന്നായിട്ട് പാടി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ മനസ്സിൽ? എന്ത് തോന്നുന്നു? മിസ്റ്റേക്സ് ഒത്തിരി കുറേ മിസ്റ്റേക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. കാരണം ഞാൻ വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് പറഞ്ഞതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് എടുക്കാവുള്ളൂ. അടുത്ത പ്രാവശ്യം പാടുന്ന സമയത്ത് അത് തിരുത്തി നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് പാടണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഏകദേശം എത്ര മാർക്കിനുള്ള പാട്ട് നമ്മുടെ ഇവിടെ ചെയ്തിട്ടുണ്ട്? ഇപ്പം 39. ഞാൻ എബവ് 40 തരാൻ പോവുകയാണ്. താങ്ക് യു സാർ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് നന്നാക്കണം അത്. തീർച്ചയായും കേട്ടോ, തീർച്ചയായും. അപ്പം ഒരു 43 തരാം. താങ്ക് യു സാർ. ഫഹദ്. മിസ്റ്റേക്സ് ഉണ്ടായെന്ന് വെച്ച് അതൊരു വലിയൊരു തെറ്റല്ല. എല്ലാവർക്കും ആര് പാടിയാലും മിസ്റ്റേക്സ് വരും. അത് മാത്രമല്ല, പ്രത്യേകിച്ച് സാറെ പോലുള്ള മാഷ പോലുള്ള വലിയ വലിയ ആളുകളുടെ മുന്നിൽ നിങ്ങൾ തെറ്റ് പാടണം. അപ്പോഴേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ മാർക്കല്ല, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ ടിപ്സ് ഇല്ലേ, അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു സാർ. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ 40 മാർക്ക് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സാർ.